നമ്മുടെ സേവന മേഖലയിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കേരളം എന്ന് വേണ്ട രാജ്യവും ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട പ്രവർത്തനങ്ങളാണ് വൈറ്റ് ഗാർഡിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യത്യസ്തമായി ഉള്ളത് നമ്മുടെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ജനങ്ങളുടെ എല്ലാ മേഖലകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന പ്രവർത്തന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏതാനും ചില മേഖലയിൽ മാത്രം അവരുടെ പ്രവർത്തനങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സമുദായത്തിൻ്റെ അതുപോലെ തന്നെ വിവിധ ജനവിഭാഗങ്ങളുടെ ഒക്കെ ജീവിതത്തെ സ്പർശിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് മുസ്ലിം ലീഗും അതിൻ്റെ പോഷക സംഘടനകളും കൂടി. പോഷക സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ പോഷക സംഘടനകൾ എല്ലാം കൂടി സമഗ്രമായ സമൂഹത്തെ സ്പർശിക്കുന്ന ഒരു പ്രവർത്തന രീതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കൊണ്ട് സത്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആ സംഘടിത പ്രവർത്തനത്തെ മറികടക്കാൻ ആർക്കും കഴിയുന്നില്ല. മാത്രമല്ല, എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടി അടുക്കും ചിട്ടയോടുകൂടി ഇത്ര സംഘടിതമായി പ്രവർത്തിക്കാറുള്ള മുസ്ലിം ലീഗിൻ്റെ ശക്തിയെ എപ്പോഴും കണക്കിൽ എടുത്താണ് കാണുന്നത്. വിമർശകരെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പാലക്കാടും കേരളത്തിലും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, മറ്റ് സംസ്ഥാന മണ്ഡലങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. എവിടെ നോക്കിയാലും നമ്മുടെ സംഘടനയുടെ ആ ശക്തിയെ ആണ് സംസ്ഥാന മുഖ്യമന്ത്രി പോലും ലക്ഷ്യം വെച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? നമ്മുടെ സംഘടനാ ശക്തി കൊണ്ടാണ് എന്തും സംഭവിക്കുന്നത്. വയനാട് ദുരന്തം ഉണ്ടായി. അവിടെ ആ ദുരന്ത ദിവസങ്ങളിലും അതിനുശേഷമൊക്കെ നടന്ന പ്രവർത്തനങ്ങളിൽ മികച്ചു നിന്നത് നമ്മുടെ പ്രവർത്തനമാണ് എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന് പോലും അത് അവഗണിച്ചൊരിഞ്ച് മുന്നോട്ട് പോകാൻ വയനാട്ടിൽ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പായാലും ദുരന്തമായാലും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏത് മേഖലയായാലും മുസ്ലിം ലീഗ് നടത്തുന്ന സംഘടിതമായ ആ പ്രവർത്തന രീതി മറ്റാർക്കും തന്നെ അതിൻ്റെ ഒപ്പെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. വയനാട്ടിൽ സന്നദ്ധ സംഘടന എന്നുള്ള നിലക്ക് ഒരുപാട് സംഘടനകൾ രംഗത്ത് വന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും വൈറ്റ് ഗാർഡ് ചെയ്ത പ്രവർത്തനങ്ങൾ മികച്ചു നിന്നു. ദേശീയ മാധ്യമങ്ങളിലും ഇൻ്റർനാഷണൽ ചാനലിലും ഒക്കെ ഈ പച്ച ഡ്രസ്സിട്ട് അവർ നിൽക്കുന്നത് കണ്ടിട്ട് ഇത് കേരളത്തിൻ്റെ പോലീസാണോ എന്ന് ചോദിച്ചവർ വരെയുണ്ട്. കേരളത്തിൻ്റെ പോലീസാണോ ആ പച്ചപ്പയക്കാർ എന്ന് ചോദിച്ച സംഭവം വരെ അന്തർദേശീയ ചാനലുകളിലൊക്കെ ഇത് കണ്ടിട്ട് ചോദിച്ച സംഭവമുണ്ട്. അത്രമാത്രം നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനം ബ്ലോക്കായിട്ട്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. ഞാൻ നമ്മുടെ പ്രവർത്തനം എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാവാം. രാഷ്ട്രീയ കേരളം അതിൻ്റെ റിസൾട്ട് വിലയിരുത്തുമ്പോൾ പോളിംഗ് കഴിഞ്ഞ് വിലയിരുത്തുമ്പോൾ എന്താ പറയുന്നത്? നഗരസഭയിൽ അവർ നേടുന്ന മേൽക്കൈ, BJP നേടുന്ന മേൽക്കൈ നമ്മുടെ ഒരൊറ്റ പഞ്ചായത്ത് കൊണ്ട്, പിരായിരി പഞ്ചായത്ത് കൊണ്ട്, ഒരൊറ്റ പഞ്ചായത്ത് കൊണ്ട് ആ മേൽക്കൈ മറികടക്കാനുള്ള ശക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്. അതാണ് പാലക്കാടിൻ്റെ റിസൾട്ട് നിശ്ചയിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ നല്ല കെട്ടുറപ്പുള്ള സംഘടിതമായ പ്രവർത്തനത്തിന് മുസ്ലിം ലീഗ് ഇപ്പോഴും
ഒന്നാമത് നിൽക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ KMCCയുടെ പ്രവർത്തകർ കൂടിയാണ് നമ്മളെല്ലാ ഈ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരും ശാസ്ത്രയിലിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ KMCCകളും അതുപോലെ തന്നെ അതിൻ്റെ കീഴിലുള്ള വിവിധ ട്രസ്റ്റുകളും എല്ലാം കൂടി ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എണ്ണമറ്റ പ്രവർത്തനങ്ങളാണ്. അത് ടച്ച് ചെയ്യാത്ത മേഖലയില്ല. ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസം, സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ, വിവാഹം തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തിരിച്ചു പോരുമ്പോൾ അവർക്ക് പിൽക്കാല ജീവിതത്തിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഒരേ സമയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ജോലികളുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക, തോൽക്കുക, അല്ലെങ്കിൽ അധികാരത്തിൽ വരിക, പോവുക എന്നുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല പഞ്ചായത്ത് തലം തൊട്ട് സംസ്ഥാന തലം തൊട്ട് പാർലമെൻറ്റ് തലം വരെ നോക്കുകയാണെങ്കിൽ നമുക്കുള്ളത്. നമ്മൾ ജീവിതത്തിൻ്റെ നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ കഴിഞ്ഞ 10-40 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നമ്മുടെ നല്ല കാലം ഈ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളും കണ്ണുകൊണ്ട് നോക്കിയാൽ കാണും. ഈ നാട് ഇങ്ങനെ ആയിരുന്നില്ല. ഈ നാട്ടിൽ ഒരു തര വികസനവും ഉണ്ടായിരുന്നില്ല. മാറ്റുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റ വാക്കിൽ സമ്മതിക്കും. മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ തലമുറ മാറി മാറിയാണ് വരുന്നത്. ഇവിടെ ഇരിക്കുന്നത് ചെറുപ്പക്കാരാണ്. അതിന് മുമ്പ് പോയ തലമുറകൾ പിറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെക്കാൾ എത്രയോ ഉന്നത നിലവാരം പുലർത്തുന്ന ജീവിത രീതിയിലേക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ജീവിതം ആണെങ്കിലും അവരുടെ കുടുംബ കാര്യങ്ങളാണെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ നമ്മുടെ ഈ നാടിനെ മൊത്തത്തിൽ പുരോഗതിയിലേക്ക് നയിക്കാൻ മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് അധികാരം കിട്ടുമ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോളേജുകളും സ്കൂളുകളും സ്ഥാപനങ്ങളും യതീഖാനകളും റോഡുകളും പാലങ്ങളും ഒക്കെ ഈ നാടിൻ്റെ മുഖച്ഛായ നമ്മൾ മാറ്റി. അപ്പം അങ്ങനെയുള്ള വലിയ കോൺട്രിബ്യൂഷൻ, സംഭാവന നാടിനും സമൂഹത്തിനും നൽകിക്കൊണ്ടാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ഏവരും പ്രശംസിക്കുന്ന പ്രവർത്തനം കാഴ്ചവെച്ച നമ്മുടെ സന്നദ്ധ സംഘടനയായ സമൂഹത്തിൻ്റെ രക്ഷകരായ വൈറ്റ് ഗാർഡിനെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അവരെയാണ് ഇന്ന് നമ്മളിവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഏറ്റവും ഒടുക്കം കഴിഞ്ഞ വലിയ ദുരന്തത്തിൽ വയനാടിനെ ആ ദിവസങ്ങളിൽ പിടിച്ച് നിർത്തിയത്. മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഒക്കെ പല പ്രാവശ്യം ആ പ്രദേശങ്ങളിൽ പോകാനും വരാനും കഴിഞ്ഞ സന്ദർഭങ്ങളിൽ ഓരോ സമയത്തും ആദ്യമൊക്കെ ആരംഭ ശൂരത്വം എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കുറയും. മനുഷ്യപ്രകൃതമാണത്. പക്ഷേ വൈറ്റ് ഗാർഡ് എപ്പോൾ ചെന്നാലും അവരുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഒരു ഡ്യൂട്ടിയായി ഏറ്റെടുത്തുകൊണ്ട് ഇത് ഞങ്ങളുടെ പണിയാണ് എന്ന് കരുതി അവർ പ്രവർത്തിക്കുകയുണ്ടായി. ഈ രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുകയാണ്. ഭയങ്കര